സംസ്ഥാന ആസൂത്രണ ബോർഡ് എല്ലാവർക്കും മാതൃകയാകേണ്ട വളരെ പ്രമുഖമായ സ്ഥാപനമാണ്. ആസൂത്രണ ബോർഡിൻ്റെ വൈസ് ചെയർമാൻ, അതുപോലെ തന്നെ അവിടുത്തെ മെമ്പർമാർ, അത് കഴിഞ്ഞാൽ ചീഫുമാരുണ്ട്. അഗ്രികൾച്ചർ ചീഫ് തൊട്ട് പ്ലാനിങ്ങിന് ചീഫുണ്ട്, പിന്നെ അർബൻ ഉണ്ട്, ഒത്തിരി ചീഫുമാരുണ്ട്. ഒരു വലിയ പോസ്റ്റാണ്, അഡീഷണൽ സെക്രട്ടറി റാങ്കിലുള്ള വലിയ പോസ്റ്റാണത്. അപ്പോൾ അത് വലിയ ശമ്പളവുമാണ്. അതിനകത്ത് ടെക്നിക്കൽ എക്സ്പെർട്ടുകളാണ് കൂടുതൽ അവിടെ വന്നിട്ടിരിക്കുന്നത്. അവർ വളരെ പ്രമുഖരെയാണ് അവിടെ വയ്ക്കുന്നത്. അതിൻ്റെ PSC പരീക്ഷയിൽ വലിയ തട്ടിപ്പ് നടന്നിരിക്കുന്നു. 10 പേരുടെ പേപ്പറുകളിൽ 10 പേരുടെ ഇത് നോക്കിയിട്ടില്ല. ഇടതുപക്ഷത്തിൻ്റെ വലിയ മുൻതൂക്കമുള്ള PSC ആണ്. അവിടെ വലിയ ഉഡായിപ്പ് നടന്നിരിക്കുന്നു എന്നാണ് അറിയുന്നത്. എന്തൊരു കഷ്ടമാണ്. ഒരു PSC പരീക്ഷ നടത്തിയിട്ട് ആ പരീക്ഷയിൽ 10 പേരുടെ പേപ്പർ ഉള്ളതിൽ ആ 10 പേരിൽ 10 പേരുടെയും പേപ്പർ നോക്കിയിട്ടില്ല. 10ഓളം ക്വസ്റ്റ്യൻസ് നോക്കിയിട്ടേ ഇല്ല. അങ്ങനെ നോക്കാതെ അവിടെ വേണ്ടപ്പെട്ട ആളിനെ പോസ്റ്റ് ചെയ്യുന്നു എന്ന് പറയുന്നത്. ഇതിനു മുമ്പും വളരെ വലിയ തോതിൽ ഒരു വേണ്ടപ്പെട്ട പോസ്റ്റിംഗ് എന്ന് പറഞ്ഞ് അവിടെ ബഹളം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴിതാ രണ്ടാമതും കേൾക്കുന്നു. നമുക്ക് വേണ്ടപ്പെട്ട ഒരാളിനെ വയ്ക്കുന്നതിന് വേണ്ടി എന്ത് തിരിമറിയും ചെയ്യുക എന്നുള്ള ഒരു സംവിധാനം കേരളത്തിൽ നടക്കുന്നുണ്ട്. PSCയിൽ സാധാരണ അത് വരില്ലായിരുന്നു, പക്ഷേ PSCയിലും ഉണ്ടായിരുന്നു. പണ്ട് കാലത്താണെങ്കിൽ PSCയിൽ ഇൻ്റർവ്യൂ മാത്രമേ ഉണ്ടായിരുന്നൊരു കാലമുണ്ടായിരുന്നു. ഇൻ്റർവ്യൂവിന് വലിയ മാർക്ക് കൊടുക്കുന്ന കാലമുണ്ടായിരുന്നു. അതൊക്കെ മാറ്റി ടെസ്റ്റിന് വലിയ മാർക്കും പെർസെൻറ്റേജ് മാർക്കും, ഇൻ്റർവ്യൂവിന് കുറച്ച് പെർസെൻറ്റേജ്, മറ്റത് 50-50 ആയിരുന്നു. അപ്പോൾ ഒരാളിന് ഇൻ്റർവ്യൂവിൽ 40 മാർക്ക് കൊടുത്ത് മറ്റൊരാളിന് 10 മാർക്ക് കൊടുത്താൽ വേണമെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ടവരെ കയറ്റി എടുക്കാമായിരുന്നു. പക്ഷേ അത് മാറ്റി ഇപ്പോൾ 80-20 ആണെന്ന് തോന്നുന്നു, അത് 70-30 ആണ്, 80-20 ആണെന്ന് തോന്നുന്നു. ഇൻ്റർവ്യൂവിന് മാർക്ക് വളരെ കുറവാണ്. അതുകൊണ്ട് നല്ല ടെസ്റ്റ് പാസ്സായി കഴിഞ്ഞാൽ അവർക്ക് ജോലി കിട്ടും. ഇതെല്ലാം കേരളത്തിൽ നടക്കുകയാണ്. എന്തെല്ലാം ഉഡായിപ്പുകൾ കേരളത്തിൽ നടത്താൻ പറ്റുമോ? മലയാളി സമ്പൂർണ്ണ സാക്ഷരരാണ്. പുരോഗമന പ്രസ്ഥാനങ്ങളെ കൊണ്ടിവിടെ നിൽക്കാൻ വയ്യ. വർഗബഹുജന സംഘടനകൾ കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ വയ്യ. വേണ്ട പ്രശ്നമാണ്. ഭയങ്കര സാഹിത്യകാരന്മാർ, നവോത്ഥാനമാണ്, എല്ലാമാണ്. പക്ഷേ അഴിമതിയുടെ കൊടുമ്പിരിയാണ്. സംസ്ഥാന ആസൂത്രണ ബോർഡിൻ്റെ പേരിലും ഈ അഴിമതി കേൾക്കുന്നു എന്ന് പറയുന്നത് സങ്കടകരമാണ്, ഖേദകരമാണ്. നമുക്ക് അവിടെയുള്ള ആരെയും കുറ്റം പറയാനോ PSC കുറ്റം പറയാനോ ഒന്നും നമ്മൾ ആളല്ല. പക്ഷേ ഇത് നടക്കുന്നു എന്ന് പറയുന്നത് പുനർമൂല്യനിർണ്ണയം നടത്തുമെന്നും അത് നടത്തിയതിനെ വീണ്ടും ഒന്നുകൂടി അത് പിന്നെ അവിടെ ക്യാൻസൽ ചെയ്യുമെന്നും വിജിലൻസ് അന്വേഷിക്കണമെന്നൊക്കെ കൃത്യമായ വാർത്തകൾ വരുന്നു. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? നമ്മുടെ നാട്ടിൽ പ്ലാനിംഗ് ബോർഡിൽ പോലും കേൾക്കുന്നത് വളരെ മോശമായ വാർത്തകളാണ്. ഒരു കാരണവശാലും സംഭവിച്ചുകൂടാത്തൊരു സ്ഥലമാണ് അവിടെ. അല്ലെങ്കിൽ ആളുകളെ ഇഷ്ടമുള്ളവരെ ഗവൺമെൻറ് പോസ്റ്റ് ചെയ്യുന്ന രീതിയിലേക്ക് മാറ്റണം. അല്ലാതെ ഇത് PSCക്ക് വിടുകയും PSC പോസ്റ്റ് ചെയ്യാനായി പരീക്ഷ നടത്തുകയും ആ പരീക്ഷയിൽ വലിയ ക്രമക്കേട് നടക്കുകയും ചെയ്തു എന്ന് പറയുന്നത് ഗുരുതരമാണ്, സങ്കടകരമാണ്, പ്രയാസകരമാണ്, ഖേദകരമാണ്. ഒരു കാരണവശാലും അത് അനുവദിക്കാൻ കഴിയുന്നതല്ല. ആസൂത്രണ ബോർഡ് എല്ലാവർക്കും മാതൃകയാകേണ്ട മനോഹരമായ സ്ഥാപനമാണ്. മാത്രമല്ല, നീതി ആയോഗ് വന്നതിന് ശേഷം ആസൂത്രണ ബോർഡിന് അതിൻ്റെ പ്രാധാന്യം തന്നെ നഷ്ടപ്പെടുകയാണ്. പിന്നെ കേരളത്തിൽ അതങ്ങനെ നിലനിർത്തി പോകുന്നു എന്നുള്ളതല്ലാതെ മറ്റ് സംസ്ഥാനങ്ങളിൽ അങ്ങനെ കൃത്യമായ പ്ലാനിംഗ് ബോർഡുകളൊന്നും പ്രവർത്തിക്കുന്നില്ല. സെൻട്രൽ പ്ലാനിംഗ് കമ്മീഷനെയും സ്വതന്ത്ര ഭാരതത്തിൽ സെൻട്രൽ പ്ലാനിംഗ് കമ്മീഷൻ ചെയർമാനായി പ്രധാനമന്ത്രി ഉള്ളൊരു ചെയർമാനായി വലിയ അധികാരമുണ്ടായിരുന്ന സെൻട്രൽ പ്ലാനിംഗ് കമ്മീഷൻ ഉണ്ടായിരുന്നു, കേന്ദ്ര ആസൂത്രണ കമ്മീഷൻ. പക്ഷേ അതിപ്പോൾ ഇല്ല, നീതി ആയോഗാണ്. പക്ഷേ സംസ്ഥാനത്ത് കേന്ദ്ര ഗവൺമെൻറ്റിനോടുള്ള ഒരു എതിർപ്പെന്നുള്ള നിലയിൽ ഇവിടെ ഇപ്പോഴും പ്ലാനിംഗ് ബോർഡ് തുടരുന്നു. വലിയ അധികാരമൊന്നുമില്ല, എങ്കിൽ പോലും വലിയ സന്നാഹമാണ്, നല്ല കെട്ടിടങ്ങളാണ്, വലിയ രീതിയിലാണ് അവർ കൈകാര്യം ചെയ്യുന്നത്. ഡിസ്ട്രിക്ട് പ്ലാനിംഗ് ഓഫീസറുണ്ട്, വലിയ രീതിയിലാണ് അവർ കൈകാര്യം ചെയ്യുന്നത്. പക്ഷേ എന്ത് ചെയ്യാം, കാലത്തിൻ്റെ ഗതികേട് കൊണ്ടാണോ എന്നറിയില്ല, വേണ്ടപ്പെട്ടവരെ കുത്തിത്തിരുകാൻ വേണ്ടി PSC വരെ കളിക്കുന്നു എന്ന് പറയുന്നത് വളരെ പരിതാപകരമാണ്. ഒരു കാരണവശാലും നമുക്ക് അനുവദിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. നമുക്ക് വേണ്ടപ്പെട്ട ആളുകൾക്കൊക്കെ ഓട്ടോണമസ് സ്ഥാപനങ്ങളിലും പലയിടങ്ങളിലൊക്കെ ജോലി കൊടുക്കും. പിന്നെ എക്സ്പേർട്ടുകളെ തിരഞ്ഞുപിടിച്ച് ജോലി കൊടുക്കും. അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങളൊക്കെ ചെയ്യും. ഈ നാട്ടിൽ അതൊക്കെ നടക്കും. ഗവൺമെൻറ് പല കാര്യങ്ങളും ചെയ്യും. പക്ഷേ PSC വഴി എടുക്കുന്നൊരു നിയമനത്തിൽ ഇങ്ങനെ ഒരു ഗുരുതരമായ പ്രതിസന്ധി ഉണ്ടാകുന്നത് നമ്മൾ PSCയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇപ്പോഴിതാ വീണ്ടും ഒരു പ്രശ്നം കൂടി വന്നിരിക്കുന്നു. ആസൂത്രണ ബോർഡിലാണ് ഇപ്പോഴത്തെ പ്രശ്നം. ഇത് സഹിക്കാവുന്നതല്ല. കേരള സമൂഹം കൃത്യമായി ഇതിനോടൊക്കെ പ്രതികരിക്കേണ്ടതുണ്ട്.